പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണത്തിൽ 20 പേരുടെ വിരലടയാളം രേഖപ്പെടുത്തി. ഓഫീസേഴ്സ് മെസ്സിൽ ജോലി ചെയ്യുന്ന സൈനികരുടെ വിരലടയാളമാണ് രേഖപ്പെടുത്തിയത്. മോഷണം പോയ കൊമ്പുകൾ സൂക്ഷിച്ചിരുന്ന ചില്ല് ഫ്രെയിമിൽ വിരലടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി താരതമ്യം ചെയ്യാനാണ് ക്യാമ്പിലുള്ളവരുടെ വിരലടയാളം ശേഖരിച്ചിരിക്കുന്നത്. മെസ്സിലെ കുക്കിനെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അന്വേഷണ സംഘം പ്രതികരിച്ചു. 1929 സംസ്ഥാന സർക്കാർ കൈമാറിയതാണ് ഈ ആനക്കൊമ്പുകൾ. 2 കോടി വിലമതിപ്പ് വരുമെന്നാണ് നിഗമനം. മോഷണത്തിൽ ക്യാമ്പിലുള്ളവരും സംശയത്തിന്റെ നിഴലിലാണ്. ക്യാമ്പിലുള്ളവരുടെ പിന്തുണയില്ലാതെ മോഷണം നടക്കില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കനത്ത സുരക്ഷാ സംവിധാനമുള്ള ക്യാമ്പിൽ സിറ്റി പോലീസ് കമ്മീഷണർ പോലും അന്വേഷണത്തിനായി ക്യാമ്പിലെത്തിയത് മുൻകൂട്ടി അനുമതി തേടിയ ശേഷം മാത്രമായിരുന്നു. മോഷണത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല. കർശന പരിശോധനയ്ക്ക് ശേഷമേ ക്യാമ്പിനകത്തേക്കും പുറത്തേക്കും കടക്കാനാകൂ. ഇതേക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരുടെ സഹായം കിട്ടിയെന്നാണ് നിഗമനം. ആനക്കൊമ്പുകൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ക്യാമ്പിനകത്തുള്ള ഓഫീസേഴ്സ് മെസ്സും പരിസരവും സൈനികർ വ്യാപകമായി പരിശോധിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ക്യാമ്പിനുള്ളിൽ പരിശോധന നടത്താൻ പോലീസിന് പരിമിതികളുണ്ട്. ഇതിനാൽ തന്നെ അന്വേഷണം ഊർജിതമാക്കിയ ആനക്കൊമ്പുകൾ കണ്ടെത്തുക എന്നതും വലിയ വെല്ലുവിളിയാണ്.